വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ ക്രമക്കേട് ആരോപണം, അതിന് പിന്നാലെ സംസ്ഥാനങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്നത് നല്ല കാര്യമാണ്. ഇതിപ്പോൾ എന്താണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടകയിൽ പറഞ്ഞത്? ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഉണ്ടാവുക? സജിൻ, രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായും ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് ബംഗളൂരുവിനെ കേന്ദ്രീകരിച്ചാണ്. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായ വോട്ട് മോഷണമാണ് അദ്ദേഹം ചില കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് അത് സ്ഥാപിച്ചെടുത്തത്. അതിൽ 1,250,000 വോട്ടുകളുടെ ഒരു കള്ളവോട്ട് ആരോപണം അല്ലെങ്കിൽ വോട്ട് മോഷണം നടന്നു എന്നാണ് മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് വിവരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ കർണാടകയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇരിക്കുന്ന വേദിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം നടത്തണം, സർക്കാർ ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹം നിയമവകുപ്പിന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിഷയം പഠിക്കണം, അന്വേഷിക്കണം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ ഒരു നിയമസാധുത അദ്ദേഹം തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായ ഇരട്ട വോട്ടുകൾ വ്യാജമായതോ നിലവിലില്ലാത്തതോ ആയ വിലാസത്തിലുള്ള വോട്ടർമാർ, ഒരു വിലാസത്തിൽ തന്നെയുള്ള നിരവധി വോട്ടർമാർ, ഒപ്പം തന്നെ അസാധുവായ ഫോട്ടോ ഉള്ള വോട്ടർമാർ, ഫോം 6ന്റെ ദുരുപയോഗം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും സമയബന്ധിതമായ അന്വേഷണം നടത്തി ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇടപെട്ടുകൊണ്ട് അതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഒറ്റമുറി വീടും അതിലുണ്ടായിരുന്ന 80 വോട്ടർമാരുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നതിനിടയിൽ എന്തായാലും അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായി വരുന്ന മറ്റൊന്ന്, 15 മിനിറ്റിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. രാഹുലിന്റെ വോട്ട് ചോരി ആരോപണത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ കർണാടക സർക്കാർ തന്നെ നടത്തുകയാണ്. അതിൽ കർണാടക സർക്കാർ മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റമണ്ഡലത്തിലെ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കും. നോക്കാം ഇത് ഏതളവിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം. ആലുവയിൽ ബസ് കാത്തുനിന്ന് യുവതിക്ക് നേരെ ഒരു ലൈംഗികാതിക്രമം ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റ് എന്ന വാർത്തയോട് വരുന്നുണ്ട്. പാലക്കാട് സ്വദേശി സത്യരാജാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. നിതിൻ അംബുജനാണ് ആ വാർത്തയോട് വരുന്നത്. നിതിൻ, ആരാണ് അയാൾ? എന്താണ് ഉണ്ടായത്? ഇയാളെപ്പറ്റി പോലീസ് പറഞ്ഞത് എന്താണ് നിതിൻ? ഹാഷ്മി, ആലുവയിലെ ബാങ്ക് കവല എന്ന ബസ് സ്റ്റോപ്പിൽ ഇന്നലെ രാത്രി 7:00 സംഭവം ഉണ്ടായത്. പാലക്കാട് സ്വദേശിയായ 32-കാരനായ സത്യരാജിനെയാണ് പോലീസ് പിടികൂടിയത്. ബസ് കാത്തുനിന്ന യുവതിയെ ഇയാൾ കയറിപ്പിടിക്കുകയായിരുന്നു. തുടർന്ന് യുവതി ഇത്തരം ഒരു അതിക്രമം ഉണ്ടായതിന് പിന്നാലെ ബഹളം വെച്ചു. അതിനുശേഷം നാട്ടുകാരിൽ ചിലർ ഓടിയെത്തിയാണ് ഇയാളെ പിടികൂടി ആലുവ ഈസ്റ്റ് പോലീസിന് കൈമാറിയത്. എന്തായാലും ഇയാളുടെ പശ്ചാത്തലമടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. മുൻപും സമാനമായ കേസിൽ ഇത്തരത്തിൽ ഇയാൾ പ്രതിയായിട്ടോട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ തുടർ നടപടിയെ മുന്നോട്ട് പോകുന്നതും. ഇന്നലെ രാത്രി 7:00 ആലുവ ബാങ്ക് കവലയിൽ ഈ സംഭവം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.